ഇനി ആശംസ അർപ്പിക്കാനായിട്ട് സ്റ്റീഫൻ ചേട്ടനെ ക്ഷണിക്കുന്നു. സ്റ്റീഫൻ ചേട്ടൻ ജ്ഞാനായ കാത്തലിക് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായിട്ട് കാഞ്ഞങ്ങാട് നിന്ന് വന്നതാണ്. അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട യോഗാധ്യക്ഷൻ, സമുദായ സ്നേഹത്തിൽ ഉറച്ച് ഊന്നി നിൽക്കുന്ന സഹോദരങ്ങളെ, ഓരോ കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പം ചില ധാരണകളും തെറ്റിദ്ധാരണകളും പറയാം. എബ്രഹാം പുതിയടത്തുശ്ശേരി എന്ന ശരിക്കുള്ള നേതാവിനെ ഞാൻ ഇന്ന് കണ്ടെത്തുകയായിരുന്നു. അദ്ദേഹത്തെപ്പറ്റി KSSലെ നയിച്ചിരുന്ന കുറച്ച് അവരെ നമ്മളെല്ലാവരും വിജയിപ്പിച്ച് ഒരു 3-4 ഫൊറോന പ്രസിഡൻറ്റുമാർ, 5 ഫൊറോന പ്രസിഡൻറ്റുമാരോളം നമ്മളിൽ നിന്നുണ്ടായി. ഏറ്റവും കാര്യത്തെപ്പറ്റി അവഗാഹമുള്ള ഈ നാട്ടിലെ പ്രബുദ്ധമായ ആൾക്കാരാണ് അവരെയൊക്കെ ഫൊറോന പ്രസിഡന്റ്മാരാക്കിയത്. ആയിക്കഴിഞ്ഞ് അവരവരുടെ സ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞപ്പം അവരൊക്കെ മെത്രാന്മാരുടെ ആ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പരിപാടിയിൽ ഉൾപ്പെട്ട് അവരൊക്കെ വാലാട്ടികളായി തീർന്നത് ഞാൻ കണ്ടു. എങ്കിലും അവർക്കൊക്കെ ഇന്നും സമുദായം നിലനിൽക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം ഈ വെറും വാലാട്ടികളായ KCCക്കാരെക്കായാലും എത്രയോ ഉയർന്ന തലത്തിൽ ചിന്താശക്തി ഉള്ളവരാണ് അവർ. ഇപ്പം ഇന്ന് ഇവിടെ വരേണ്ടിയിരുന്ന പ്രാൽ സാറുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു ഫോണിൽ. അദ്ദേഹം തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് ആശംസ പറഞ്ഞ ആളാണ്. ഞാൻ കാനാട്ട് ബേബി സാറിനോട് സംസാരിച്ചു. അവർക്കൊക്കെ താല്പര്യമുണ്ട് ഇങ്ങനെ ഈ സമുദായം ഇത് വേറിട്ട് തന്നെ നിലനിൽക്കണം എന്നുള്ളത്. അപ്പോൾ അവരുടെ ആ ആഗ്രഹം നിലനിൽക്കുമ്പോഴും പല വഴികളിലൂടെ മെത്രാന്മാരും അച്ഛന്മാരും പിടിവലി നടത്തുകയാണ്. നമ്മളെ ഡിവൈഡ് ആൻഡ് റൂൾ എപ്പോഴും ബ്രിട്ടീഷുകാരുടെ ആ പോളിസി ഇന്ന് ലോകമെമ്പാടും നടക്കുന്നുണ്ട്. ഇപ്പം ജനാധിപത്യം കുറേ കാലമായിട്ട് ലോകമെമ്പാടും വിജയിച്ചു വന്നൊരു പ്രസ്ഥാനമാണ് രാജഭരണത്തിൽ നിന്ന് മാറിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് സ്വേച്ഛാധിപത്യം കൊണ്ടുവരിക എന്നുള്ളത് എല്ലാവരും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ജനാധിപത്യം സഭയിൽ ഉണ്ടെന്നുള്ളത് സമ്മതിക്കാൻ മെത്രാന്മാർക്കാകുന്നില്ല. അവർ പറയുന്നത് ജനാധിപത്യ സഭയിലില്ല. ജനാധിപത്യ സഭയിലില്ലെങ്കിൽ ഇന്ത്യയിൽ ജനാധിപത്യ സമ്പ്രദായമാണ് നിലനിൽക്കുന്നതെന്നുള്ള കാര്യം അവർ മറന്നുപോവുക. ജനാധിപത്യ സമ്പ്രദായത്താൽ നയിക്കപ്പെടുന്ന ഒരു ഇന്ത്യയെ അല്ലേ ഇവർക്ക് വേറിട്ട് റോമാ സിംഹാസനത്തിൻ്റെ പ്രസിഡൻഷ്യൽ അല്ല ഏകാധിപത്യ രൂപത്തിൽ ഇവരെ നടക്കുന്ന കാര്യമല്ല. അത് വീണ്ടും ഊന്നി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അബ്രഹാം ചേട്ടൻ്റെ വീട്ടിലെത്തിയപ്പം അദ്ദേഹവുമായിട്ട് രാവിലെ ഞാൻ ട്രെയിനിൽ പോകുന്നപ്പോൾ ഉണ്ടായ കുറച്ച് തമാശകളൊക്കെ പറഞ്ഞ് അതിപ്പോൾ ഇവിടെ പറയുന്നില്ല. അത് പറഞ്ഞ് ഞങ്ങൾ ദീർഘമായിട്ട് ചിരിക്കുകയും ഒക്കെ ഉണ്ടായി. അപ്പോൾ അതിൽ നിന്ന് ആ മനുഷ്യനും ഞാനും തമ്മിൽ ഒരു 1-to-1 ഡിബേറ്റ് നടത്തും. അപ്പോൾ ആ മനുഷ്യൻ്റെ സർഗശക്തിയെയും കഴിവിനെയും ഞാൻ ശരിക്കും മനസ്സിലാക്കി. കാരണം അദ്ദേഹത്തെപ്പറ്റി തെറ്റിദ്ധാരണപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എല്ലാവരും പരത്തി പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഒരാൾ കാര്യം പറയുമ്പം അയാൾക്ക് തലക്കനം കൂടുതലാണ്, അവന് കുറച്ച് തണ്ട് കൂടുതലാണെന്ന് പറയുമ്പം അയാളെ അവഹേളിക്കാനും അയാളെ താഴ്ത്തിക്കെട്ടാനും വളരെ എളുപ്പമാണ്. ഒരു ലീഡറായിരിക്കുന്ന ആൾക്ക് അയാളുടേതായിട്ടുള്ള ആ ഒരു തൻ്റെ ഇടം വേണം. ഈ തൻ്റെ ഇടമില്ലായ്മയാണ് ഒരു ലീഡർഷിപ്പിൻ്റെ ഏറ്റവും ബലഹീനത. എന്തോ ദൈവാനുഗ്രഹത്താൽ ഞാൻ എപ്പോഴും ഇറങ്ങി പുറപ്പെടുമ്പം കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഉള്ളത് പച്ചയ്ക്ക് പറയുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഒത്തിരി എതിർപ്പുകളെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ എതിർപ്പുകൾ വരുമ്പോൾ നമ്മൾ ക്രമത്തിൽ ശക്തരാകുന്നു എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. കാരണം എനിക്ക് വയസ്സായി എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നിരുന്ന ആ കാലഘട്ടം തൊട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങി. എനിക്ക് സ്പോണ്ടിലോസിസ് വന്നു, എന്താ പറയുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതി വന്നു. ഞാൻ കിടപ്പിലായി പോകേണ്ട ഒരാളാണ്. കിടപ്പിലായി പോകേണ്ട ഒരാൾ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ഇതുപോലെ ശക്തമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാനുള്ള ശേഷി വരിക. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? കാരണം പ്രതിബന്ധങ്ങളെ നേരിടേണ്ട ഒരവസ്ഥ അത് വരുമ്പോൾ ശക്തമായ ലീഡർഷിപ്പ് നമുക്ക് ആവശ്യമാണ്. കാരണം അവർ ശക്തരാണ്. നമുക്കെതിരെയുള്ള ആൾക്കാർ അവർ കേഡർ സംവിധാനത്തിലാണ് കാര്യങ്ങൾ കാണുന്നത്. ഞാൻ ഈ ഏകാധിപത്യത്തിനെതിരെ അല്ലെ കത്തോലിക്ക സഭയ്ക്കെതിരെ ഞാൻ ശക്തമായ നിലപാടുകൾ എടുത്തപ്പം
തറപ്പ് തൊട്ടിയിൽ ബഹുമാനപ്പെട്ട ജോസച്ചൻ എന്നോട് പറഞ്ഞു, സ്റ്റീഫ ശ്രദ്ധിക്കണം, നീ പാറക്കെട്ടാണ് കടിക്കാൻ പോകുന്നത്, പാറക്കെട്ട് കടിച്ചാൽ നിൻ്റെ പല്ല് പോവുള്ളൂ, വേറൊന്നും നടക്കില്ലെന്ന്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചു. ഒരു കാര്യം അന്ന് ഞാൻ പറയുകയും ചെയ്തു. EMS ഒരു കാലത്ത് പറഞ്ഞു, എത്ര വലിയ പാറയുടെ ഇടയിലും ചെറിയൊരു വിടവിൽ കൂടി ഒരു സസ്യം കിളിർത്ത് വലുതായാൽ ആ പാറേനെ കാലങ്ങളുടെ പോക്കിൽ കുത്തൊഴുക്കിൽ ആ പാറേനെ നെടുകെ പിളർക്കാനുള്ള ശക്തി ആ സസ്യത്തിനുണ്ടായിരിക്കും. ഇതാ ഇവിടെ ഒന്നിച്ചു കൂട്ടിയിരിക്കുന്ന ആൾക്കാർ ശരിക്കും സ്ഫുടം ചെയ്ത് തൻ്റെ ഇടം വന്ന ആൾക്കാരാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. കാരണം ഒത്തിരി അധികം വിഷമസന്ധികളിൽ കൂടി പാസ് ചെയ്ത് ഇവിടെ വന്നവരാ. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സമുദായ സ്നേഹമാണ്, ഈ സമുദായം നിലനിൽക്കണം എന്നുള്ള ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നമ്മുടെ വള്ളോറ പള്ളി കുമരകം വള്ളോറ പള്ളിയിൽ ക്നായിത്തൊമ്മൻ്റെ പ്രതിമ വെക്കണമെന്നും പറഞ്ഞ് അന്ന് കാര്യങ്ങളങ്ങ് നടന്നു. അന്ന് നടക്കുമ്പം ജനങ്ങളുടെ ഒരു ആരവമായിരുന്നു, ശക്തമായിരുന്നു ആ ആർജവും ഊർജവും. അത് കണ്ടു മനസ്സിലാക്കി ബിഷപ്പിൻ്റെ നേതൃത്വത്തിലുള്ള വിഘടനവാദികൾ, നമ്മളെ വിഘടിപ്പിക്കാൻ താല്പര്യമുള്ളവർ എന്തൊക്കെയോ കൊടുത്ത് അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ഒരുത്തനെ കസ്റ്റഡിയിലാക്കി. അതോടുകൂടി ജനം വിഭജിച്ചു, 2 സെക്ഷനാക്കി. അപ്പോൾ അത് അങ്ങനെ ഇന്ന് ഈ വീണ്ടും വിഭജിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ കോതനല്ലൂർ പള്ളി ഞാൻ അടുത്ത് കണ്ടു. കോതനല്ലൂർ പള്ളിയിൽ കുറച്ച് കാലങ്ങളായിട്ട് അവിടെയും ക്നായിത്തൊമ്മൻ്റെ പ്രതിമയും വെച്ചു. അവിടെ ജനങ്ങൾ ആ പള്ളിയുടെ എന്ന പാട്ടാണെന്ന ചെറിയ ചിന്തുപാട്ട് അവർ ഒരു സ്വകാര്യ അഹങ്കാരമായി കൊണ്ടു നടക്കുന്നു. അവരുടെ ആ നേതൃത്വത്തിൽ ഇന്നിവിടെ സന്നിഹിതനായിരിക്കുന്ന ഈ ചേട്ടായി അടക്കം, ഇപ്പോൾ ഇവരടക്കം അവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. കൈക്കാരനായ അദ്ദേഹവും പേര് ഞാൻ മറന്നു ഒന്ന് പറഞ്ഞു, സാജുമോനും അവിടുത്തെ അംഗങ്ങളും ആ പാരിഷ് കൗൺസിലുള്ള അംഗങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ ഡിവൈഡ് ആൻഡ് റൂളിനെ പരാജയപ്പെടുത്തുന്നു. അവിടുത്തെ അച്ഛനും കന്യാസ്ത്രീയേ ഉള്ളൂ. കാരണം ഇവർക്കെതിരെ നിലനിൽക്കാൻ അവർ മാത്രമേ ഉള്ളൂ. കാരണം ഇവരെ ഒന്ന് വേർപെടുത്താൻ, ഒന്ന് ഡിവൈഡ് ചെയ്ത് ഒരു ഭാഗത്തെങ്കിലും കൊണ്ടുവന്ന് പറയാം, അയാളും പറയുന്നത് ശരിയല്ലേ, നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, അപ്പോൾ അയാളെയും ഞങ്ങൾ കേൾക്കണ്ടേന്ന് പറയാനുള്ള അവസരം ഈ ബിഷപ്പിനോ അച്ഛന്മാർക്കോ അവിടെ ഉണ്ടാകാതിരിക്കുന്നു. അതാണ് അവരുടെ വിജയം. അവർ ഇതാക്കിയിട്ട് എങ്ങനെയാണ് അവരുടെ തിരട്ട് ഫീസ് അവർ അംഗീകരിച്ചില്ല, കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവസാനം മര്യാദയ്ക്ക് അവരുടെ ലൈൻ വഴി ഇപ്പോഴും അത് തീർന്നിട്ടില്ല. അപ്പം തീരാനുള്ള ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. കൈക്കാരന്മാരുടെ സെലക്ഷൻ, അവിടുത്തെ കാര്യങ്ങൾ, അവരുടെ കാര്യം എന്നതാണ്. ഒന്ന്, അവരുടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. 2, ഞാൻ പച്ചയ്ക്ക് പറയുന്ന പോലെ അത്രയ്ക്ക് ഓപ്പണായിട്ട് അവർ പറയുന്നില്ലെങ്കിലും അവർ പറയുന്നത് കാനൻ നിയമപ്രകാരമാണ്. പാരിഷ് കൗൺസിലിൻ്റെ അധികാരം എന്താണ്, പൊതുയോഗത്തിൻ്റെ അധികാരം എന്താണ്, എല്ലാം അവർ മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്. ഞാൻ ഇച്ചിരി വിപുലമായിട്ട് സംസാരിക്കുന്നതിൽ നമ്മളൊരു ഫിസിക്സ് ടീച്ചറെ, ഒരു 10th സ്റ്റാൻഡേർഡിൽ പഠിപ്പിക്കുന്ന ഒരു ഫിസിക്സ് ടീച്ചറെ സന്ദർശിച്ച് നിങ്ങൾ ചോദിക്കുക, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ, എന്നിട്ട് നമുക്ക് വിശകലനം നടത്താം. നമ്മളോടിപ്പം ഇവർ പറയുന്ന ഈ ശാസ്ത്ര സത്യങ്ങളല്ലാത്ത കാര്യങ്ങൾ അത് മുഴുവൻ വിശ്വസിക്കാൻ നമ്മൾ ആളല്ല. സ്വർഗം താണ്ടി ഇതിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞാൽ ഉടനെ സ്വർഗം അവിടെ തേടി നിങ്ങൾ പോകണ്ട. നരകത്തിലിട്ട് നിങ്ങളെയൊക്കെ ചെമ്പിനകത്ത് വറക്കുമെന്ന് പറഞ്ഞാൽ പോകണ്ട. സാധാ മനുഷ്യരായ നമുക്ക് മാമൽസിനുള്ള അവസ്ഥ തന്നെയാണ്. മരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ തീർന്നു, ചീഞ്ഞളിഞ്ഞ് തീരുന്ന മനുഷ്യർ. നമ്മളെപ്പറ്റി ഇവർ പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി എന്തോ സ്പെഷ്യൽ സ്വർഗം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ സ്വർഗവും നരകവും പറഞ്ഞിട്ട് അവരുടെ ഉപജീവനം അവർക്ക് നടത്തണം. ഈ ഉപജീവന മാർഗമായിട്ട് ഇതിനെ കണ്ടിട്ട് നമ്മളെയെല്ലാം വെറുതെ ഫൂളാക്കിക്കൊണ്ട് കൊണ്ടു നടക്കുക. ഇതിന് കുറച്ച് ആചാരാനുഷ്ഠാനങ്ങളും ഉണ്ടാക്കി. എന്നാൽ ഞാൻ പറയുന്നു, എന്നായി മതങ്ങൾ വേണ്ടേ? മതങ്ങൾ വേണം. മനുഷ്യർ എന്താ, ഞാൻ ഇന്ന് അവറാജ്ഞേട്ടൻ രാവിലെ സംസാരിച്ച കാര്യവും കൂടെ, അതായത് ഒരു ജീവി പോലും സഹജീവിനെ അവൻ്റെ ഭക്ഷണത്തിന് തീരെ ഇല്ലാതെങ്കിലും മാത്രമേ കൊല്ലുള്ളൂ. മനുഷ്യൻ അവനെ പിടിച്ച് നേരെ കൊന്ന് ഫ്രീസറിൽ വെക്കുന്ന അവറാജ്ഞേട്ടൻ പറഞ്ഞത്. ഇതിപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇവരുടെ പുറകെ വാലാട്ടികളായിട്ടൊന്നും നടക്കണ്ട. നമ്മളാണ് ഇവരെ പ്രൊവൈഡ് ചെയ്യുന്നത്. വി ആർ ദ പ്രൊവൈഡേഴ്സ്.
നമ്മൾ ഈ അവളാജ്ഞാന് മുമ്പേ പറഞ്ഞു, ആ പിടിയരി കൊടുത്തും ഒക്കെ പടുത്തുയർത്തിയ സ്ഥാപനങ്ങളുടെ അധിപന്മാരായിട്ട് ഇവർ നടക്കുമ്പോഴും ഞാൻ നിങ്ങൾക്കെതിരല്ല, നമ്മളാരും എതിരല്ല, നമ്മുടെ സമുദായത്തെ ഇല്ലാതാക്കാൻ സമ്മതിക്കില്ല. കാരണം ഇവർ പറയുന്ന സഭ സത്യമല്ല, സഭ മിഥ്യയാണ്, ഇവർ പറഞ്ഞുണ്ടാക്കുന്ന ഒരു സംവിധാനമാണ്. സമുദായം അതേപടി ആ രീതിയിൽ പറഞ്ഞ സത്യമാണ്. ഈ സമൂഹം ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആ താല്പര്യം നമുക്കുണ്ടാകുന്നത് എന്താണ്? നമ്മൾ അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെ ചെല്ലുമ്പം നമുക്കൊരു ഉന്ത് കിട്ടും. ഒറ്റയ്ക്ക് ചെല്ലുമ്പോൾ ആ ഉന്തെൻ്റെതാ കടലിലേക്കോ വെള്ളത്തിലേക്കോ നമ്മൾ എടുത്ത് ചാടുമ്പോൾ ആ ചാടുന്ന പോക്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഉന്താരാ? അടുത്ത ജ്ഞാനായക്കാരൻ്റെ കയ്യിൽ നിന്ന്. ആ ഉന്തു കിട്ടിയതോടുകൂടി നമുക്ക് പിന്നെ തുഴയാൻ നമുക്കറിയാം. അതാണ് ജ്ഞാനായ സമുദായം. എവിടെ ചെന്നാലും ചിന്തിക്കുന്നതന്നെ അവൻ നമ്മളിലൊരുവനാണ്, അവൻ നമ്മുടെ സ്വന്തം. അങ്ങനെയുള്ള ആ ഒരു ചിന്താഗതി വളരുന്ന ഈ സമുദായത്തെ ഇല്ലാതാക്കി ഇവർ കലർപ്പിലാക്കി നമ്മളും അവരും എല്ലാം ഒന്നാക്കി നമ്മളിൽപ്പെടാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ സങ്കരമാക്കിയിട്ട് നമ്മളെ സങ്കര ഗിനിപ്പന്നികളാക്കുന്ന ഇവരുടെ ഈ നയം ശരിയല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനം കൂടിയിട്ടുള്ളത്. ഇതിൽ ഇപ്പം തുടക്കത്തിൽ ജ്ഞാനായ സൊസൈറ്റി എന്ന് പറഞ്ഞ് നമ്മളിത് തുടങ്ങുന്നു. ജ്ഞാനായ കത്തോലിക് സൊസൈറ്റി. യാക്കോബൈറ്റുകാർക്ക് അവരുടെ സൊസൈറ്റി ഉണ്ട്, ഭരണഘടനയുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ 1911 നമുക്ക് വേറിട്ടുള്ള രൂപത കിട്ടിയതിൻ്റെ അടിസ്ഥാനം തന്നെ മാക്കിൽ പിതാവ് അന്ന് ആ കപ്പലിൽ പോയി ആ റോമയിൽ ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെട്ടപ്പം അദ്ദേഹം ഒരു ഉത്കൃഷ്ട മനുഷ്യനായിരുന്ന കാരണം പയസ്റ്റൻ്റ് പിതാവിന് അനുകമ്പം തോന്നി. സ്വന്തം പട്ടം മൂടി തൊപ്പിയും കുരിശുമാലയും കൊടുത്ത് ആ മനുഷ്യനെ സന്തോഷത്തോടു കൂടി തീർത്ഥയാത്ര പോലെ സ്വീകരിച്ച് ആ തീർത്ഥയാത്ര കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ കിട്ടിയ ആ സന്തോഷം, സ്വന്തമായിട്ട് രൂപത കിട്ടിയപ്പം ചെറിയൊരു ആല പോലത്തെ കുടി ഇതുപോലത്തെ അതിലൊക്കെ ആയിരുന്നു അന്ന് നമ്മുടെ രൂപത വന്ന് മറ്റെല്ലാ സൗഭാഗ്യങ്ങളിൽ നിന്നും. അതായത് അന്ന് ചങ്ങനാശ്ശേരി രൂപതയിലുണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളും ഒഴിവാക്കിയിട്ട് സ്വന്തം ജനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി തുടങ്ങിയ ഈ രൂപത ഇന്ന് ഈ മനുഷ്യനെ പിതാവാക്കി പറഞ്ഞു വിട്ടപ്പോൾ അച്ചാരം കൊടുത്ത് വിട്ടതാണ് ഈ രൂപതയെ ഇല്ലാതാക്കണം. ആ ഒരൊറ്റ വാക്കിൻ്റെ പുറത്ത് ഏതായാലും മൂലക്കാട്ട് ബിഷപ്പിനൊരു കാര്യമുണ്ട് കേട്ടോ. അയാൾ ഏറ്റെടുത്ത കാര്യം നന്നായി ചെയ്യാൻ അയാൾക്കറിയാം. ഞാൻ ഓർത്ത് കുറച്ച് കാലം കൊണ്ടെങ്കിലും അയാൾക്ക് മനംമാറ്റം ഉണ്ടാവും. കാരണം എന്നാ, ഇന്ന് ഉണ്ടായ ഈ ഭയങ്കരമായ തിരിച്ചടികളിൽ നിന്നെല്ലാം അയാൾ കുറച്ചെങ്കിലും പാഠം പഠിക്കുന്നു. പക്ഷേ ആ മനുഷ്യൻ വളരെ കടുകട്ടിയായ ഹൃദയമുള്ള മനുഷ്യനാണ്. അയാൾ ഒരിക്കലും വാക്ക് കൊടുത്തതിൽ നിന്ന് മാറുന്ന ആളല്ല. പിന്നെ ഉള്ളത് നമ്മുടെ പണ്ടാരശ്ശേരി. അയാൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മ്ലാഞ്ഞിലിൻ്റെ കൂട്ടാണ് കളിക്കുന്നത്. ഈ മ്ലാഞ്ഞിലിനെ നിങ്ങൾക്കറിയോ? ഒരിടത്ത് മീനിനെ കാണുമ്പോൾ അയാൾ പറയും മീനാ ഞാനെന്ന്. മറ്റേ പാമ്പിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ വാല് കാണിക്കും മീനിൻ്റെ. അപ്പം പാമ്പിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അയാൾ പറയും ഞാൻ പാമ്പാന്ന് പറയും, തല കാണിക്കും. ഇങ്ങനത്തെ കളി കളിച്ച് നമ്മളെല്ലാം ഒരു വഴിക്കാക്കുന്ന ഈ സമൂഹ നേതൃത്വം, ഈ ബിഷപ്പിൻ്റെ കൂട്ടം. നമ്മളിപ്പോൾ ഒരു കാര്യം ഇവിടെ പ്രാസംഗികർ പലരും പറഞ്ഞു, നമ്മൾ ജ്ഞാനായ മഹാജന സഭയിൽ എങ്ങനെ നമ്മൾ തുടക്കം കുറിച്ചോ അതുപോലെ നമ്മൾ തുടക്കം കുറിക്കും. ഇത് ഇന്നിപ്പോൾ തുടങ്ങുമ്പം ഈ സൊസൈറ്റിയിൽ അംഗങ്ങളായത് കുറച്ച് പേര് ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ളവർ. അപ്പോൾ ഇത് നമ്മൾ തുടക്കം കുറിച്ചു, ഇത് പരിപോഷിപ്പിച്ചു കുറേശ്ശെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പം ഏതായാലും ഇദ്ദേഹത്തിന് ഈ മൂലക്കാട്ട് ബിഷപ്പിന് 75 വയസ്സാവുമ്പം ഇയാൾ മിക്കവാറും എന്തെങ്കിലുമൊക്കെ ചെയ്തേച്ചേ പോവുള്ളൂ. അയാൾ നേരെ സീറോ മലബാറിലെ ഏതെങ്കിലും ഒരു ബിഷപ്പിനെ കൊണ്ട് ഇവിടെ കുടിയിരുത്തും. കാരണം എന്നാ, ഞാൻ ഇതുവരെ ചിന്തിച്ചു, പയ്യാവൂർ സമ്മേളനത്തിൽ വെച്ചിട്ടും ഞാൻ ചോദിച്ച അല്ല പണ്ടാരശ്ശേരി ബിഷപ്പേ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പിന്തുടർച്ചാവകാശം ഇതുവരെ തരാത്തത്? ഇയാൾക്ക് ഹാർട്ട് അറ്റാക്കും വന്നു. അവിടെ വെച്ച് ഭയങ്കരമായിട്ട് കണ്ണൂർ കൊയിലി ആസ്പത്രിയിൽ ഇയാൾ ഭയങ്കര സീരിയസ് ഹാർട്ട് അറ്റാക്ക് പെട്ടതായിരുന്നു. ഇയാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മുടെ രൂപതയുടെ ബാക്കി പത്രം ആര് തോറും നിങ്ങളെ എന്തുകൊണ്ട് പിന്തുടർച്ചാവകാശം കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അയാൾ ഒരു ചിരിച്ച് എന്നോട് പറഞ്ഞു, അതൊന്നും പറയാൻ ഞാനല്ല. ഇപ്പോൾ പോലും ഇന്ന് വരെ പിന്തുടർച്ചാവകാശം ആ മനുഷ്യന് കൊടുത്തിട്ടില്ല. ഇനി കൊടുത്തിട്ട് പോലും കാര്യമില്ല, ഇവരെല്ലാം ഒറ്റക്കെട്ടായി. എന്താണ്, ഇവർക്കിപ്പം
ഈ നോക്കുമ്പോൾ ഈ ഇത്രയധികം ഏകദേശം 1000-ൽ കൂടുതൽ 2000-ൻ്റെ അടുത്ത് ഈ അല്ല 1000-ന് മേലെയുള്ള അച്ഛന്മാരുണ്ട് ഇതിനകത്ത്. അത് കൂടാണ്ട് ഈ സന്യസ്തരായ കന്യാസ്ത്രീകളും ഇത്രമാത്രം ജനങ്ങളുമുള്ള ഈ രൂപത വിഭജിച്ചാൽ ഈ എത്രയോ രൂപതകളാക്കാം. അപ്പം ഇതൊട്ട് സീറോ മലബാർ കൊടുക്കുകയില്ല, ഇവരൊട്ട് ചോദിക്കാനുള്ള ധൈര്യവും കാണിക്കില്ല. ഇവർ വിശ്വസിക്കുന്നത് എന്താണ്, ഇവർക്ക് മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഈ ചെങ്കോലും പിന്നെ തൊപ്പി ഇത് രണ്ടും കിട്ടിയിട്ട് ഈ അംശവടി ഇതും വലിയ കുപ്പായം ഇട്ട് തിളങ്ങുന്ന കുപ്പായത്തിൽ ഒന്ന് നടന്ന് ജീവിക്കണം. മരിക്കാറായി കഴിഞ്ഞാൽ അവിടെ പോയി കിടന്ന് പോകുന്നതല്ലാതെ പിന്നെ ഒന്നും രക്ഷയില്ല എന്ന് ഇവർക്കറിയാം. 75 വയസ്സ് കഴിഞ്ഞാൽ എങ്ങനെയാണേലും പോകേണ്ടിയും വരും. അപ്പോൾ ഇവരുടെ ആവശ്യം പോകുന്നതിന് മുമ്പ് ഇവരിൽ കുറച്ച് പേർക്കെങ്കിലും ഇതിപ്പോൾ ഞങ്ങളുടെ അവിടെ നോക്കിയാൽ ഇപ്പം മലബാറിൽ നോക്കിയാൽ അവർക്ക് വേണമെങ്കിൽ പടന്നക്കാടല്ലേ കാഞ്ഞങ്ങാട് രൂപതയാക്കാം, പയ്യാവൂർ ഭാഗം വേറൊരു രൂപതയാക്കാം, അപ്പം വേറെ വയനാട് ഭാഗം വേറൊരു രൂപതയാക്കാം. ഇങ്ങനെയുള്ള കുറേ രൂപതകൾ വരുമ്പം അവർക്ക് വടക്കൻ മെത്രാനായാലും തെക്കൻ മെത്രാനായാലും അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. മെത്രാൻ പട്ടം കിട്ടിയാൽ മതി. അപ്പോൾ അതോടുകൂടി സമ്പത്തും സൗകര്യങ്ങളും എല്ലാം അവരുടെ കൈകളിൽ വരും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജ്ഞാനായത്വം നിലനിൽക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് തെക്കും ഭാഗരും വടക്കും ഭാഗരും എല്ലാം ഒന്നിച്ചായാൽ അവർക്കെന്നാ നഷ്ടം? അവർക്ക് മെത്രാനായാൽ പോരെ. അപ്പോൾ കുറച്ച് മെത്രാന്മാർ ഇതിൻ്റെ അകത്താവുമ്പം അതിൻ്റെ കൂടെ വേറെ പദവികൾ വരും. അതിൻ്റെ അകത്ത് അസിസ്റ്റൻ്റ് മെത്രാൻ വരും, പിന്നെ പ്രൊക്കുറേറ്റർ വരും, വികാരി ജനറൽ വരും. ഇവർക്കെല്ലാം സ്ഥാനങ്ങളും മാനങ്ങളും കിട്ടും, അവർക്കെല്ലാം വലിയ ആൾക്കാരാകാം. ആ ഒരു ധാരണയിലാണ് ഇവരുടെ പോക്ക്. പക്ഷേ ഇന്ന് നമ്മളെപ്പോലെയുള്ള കുറേ ആൾക്കാർ ഇപ്പം ഈ ട്രൈ പാർട്ടി എഗ്രിമെൻറ്റിന് എതിരെ ഞാനും പ്രാൽ സാറും കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പം മാസ്റ്റർ സൂട്ട് അല്ലാത്ത സൂട്ട് എല്ലാത്തിനും ഇവർക്ക് ഇപ്പോൾ ഉത്തരം പറയുന്നുണ്ട്. പല കാര്യങ്ങൾക്കും ഇവർക്ക് വിപരീത വിധിയും വന്നു. ഇനിയിപ്പോൾ ഇവർക്ക് എങ്ങനെയാണേലും ഇപ്പോൾ കടുത്തുരുത്തി കേസ് അതിനകത്തും ഇവർ പിന്മാറേണ്ട വന്നു. ഏതായാലും ഇത്രയെല്ലാം കേസുകൾ നിലനിൽക്കുന്ന കാരണം ഇവർക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും രക്ഷപ്പെടാൻ പറ്റിയില്ല എന്നുള്ളൊരവസ്ഥ വന്നിരിക്കുകയാണ്. ഇപ്പം ഞാൻ അന്നും പറഞ്ഞു ഈ കേസുകളാണ് ഇവർക്കെതിരെ കൊടുക്കേണ്ടത്. അല്ലാതെ സമുദായ പ്രവർത്തനം എന്നും പറഞ്ഞ് കുറേ പേർക്ക് കുറേ വാരിക്കോരി പൈസ കൊടുക്കുകയോ വീട് വെച്ച് കൊടുക്കുകയോ അതൊന്നും അല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ നിലനിൽപ്പാണ് നമ്മുടെ പ്രശ്നം. അതിനിവിടെ KCC ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, അല്ലേ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എല്ലാവരും അവർക്കൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. അന്ന് പറഞ്ഞപ്പോൾ ഈ KSSകാർക്ക് മനസ്സിലായില്ല. അവർ പറഞ്ഞു മുകളിൽ നിന്ന് പൈസ കിട്ടിയപ്പം അത് മുഴുവൻ വീട് വെച്ച് കൊടുക്കണം. വീട് വെച്ച് കൊടുക്കുമ്പം അതിൽ നിന്ന് വീട് വെക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രളയത്തിൽ വീട് വെച്ചാനാക്കാനാണ് കിട്ടിയത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരൊക്കെ തെറ്റിദ്ധരിച്ച് കാര്യങ്ങളിലേക്ക് പോയി. അതാണ് ഈ കുഴപ്പം പറ്റിയത്. ഈ COVID-19 കാര്യം മനസ്സിലായി. ഈ അച്ഛന്മാർക്ക് നമ്മൾ കുർബാനയ്ക്ക് വരണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. കാരണം അവരുടെ ജീവൻ റിസ്കിലായാൽ അവർ നിങ്ങളോട് പറയും വീട്ടിലിരുന്നോ TV കുർബാന കണ്ടു. അപ്പോൾ എവിടെ പോയി ഇവരുടെ വിശ്വാസം, അല്ലെ നമ്മളെ വിശ്വസിപ്പിക്കൽ? ഇങ്ങനെ ഇവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവരുടെ താൽക്കാലിക താല്പര്യങ്ങളും ഇവരുടെ രക്ഷയും ഇവരുടെ സ്വൈരജീവിതവും ഇവരുടെ പൈസയും ഇവരുടെ ഇതും ഇവരുടെ ഉദര പൂരീകരണവും അതിനു വേണ്ടിയിട്ട് ഇവർ നിയമങ്ങളെല്ലാം മാറ്റിമറിക്കും. നിയമങ്ങൾ അന്നേരം ബാധകമല്ല. ഇന്ന് ഇവിടെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, 3 മാസം ഇവിടുന്ന് പുറത്ത് പോയാൽ ഉടനെ അവൻ ജ്ഞാനായക്കാരനല്ലാതെ തരുന്നു. ഇയാൾ സ്വപ്നം കണ്ടേച്ചാ പറഞ്ഞേ. ഇയാളുടെ ഏത് സ്വപ്നത്തിലാണ് ഇയാൾക്ക് വന്നത്? 3 മാസം അപ്പുറം പോയാൽ ഉടനെ ജ്ഞാനായക്കാരനല്ലാതെ. നമ്മൾ ദീപശിഖ ഏന്തി ഈ ജ്ഞാനായ സമുദായത്തെ നശിപ്പിക്കാൻ വരുന്ന ഇവരുടെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുവാണെങ്കിൽ, ഇപ്പം വെള്ളാരപ്പള്ളി അംഗങ്ങൾ അന്ന് ചെയ്ത പോലെയും ഈ കോതനല്ലൂരുകാർ ഇപ്പം ചെയ്യുന്ന പോലെയും അന്തസ്സായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു ജനസമൂഹമായിട്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇവർക്ക് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് അത്ര എളുപ്പമൊന്നുമല്ല ഇവരുടെ പോക്ക്. ഞാൻ ഇവിടെ നിർത്തുക. ഇതിന് എല്ലാ ആശംസകളും. ഇതിനെ ഇന്നിവിടെ വരാവുന്ന ഏറ്റിരുന്ന 1-2 ആളുകൾ വന്നില്ല. നമ്മൾ ചെറുതായിട്ട് സൊസൈറ്റി രൂപവൽക്കരണം മാത്രമല്ലേ നടത്തിയത്. നമ്മുടെ പിന്നിൽ ആൾക്കാരുണ്ട്, ക്രമത്തിൽ ആൾക്കാർ വന്ന് ഇവിടെ ഇരിക്കും, ഈ കാര്യങ്ങളെപ്പറ്റി പഠിക്കും, മുമ്പോട്ട് കൊണ്ടുപോകും. ഇതൊരു തുടക്കം മാത്രം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ സ്ഫുടം ചെയ്ത ആൾക്കാർ ഈ ധൈര്യം കാണിച്ച് ഈ കാര്യങ്ങൾ പറയാം. കാരണം മെത്രാൻ്റെ സഹായത്തോടെയും നമ്മൾ ജീവിക്കുള്ളൂ, അല്ലെ നമ്മളെ ഇവർ ആശീർവദിച്ച് കൊന്നുകളയും, അല്ലെ നല്ല ആശീർവാദം തരികയല്ല, മരിക്കുമ്പോൾ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോവുകയല്ല. ഈ കാര്യങ്ങളെയെല്ലാം മറികടക്കാൻ ശേഷിയുള്ള നിങ്ങളെ എല്ലാവരെയും
വളരെയധികം സ്നേഹത്തോടെ എല്ലാ ആശംസകളും സ്നേഹാഭിവാദ്യങ്ങളും നേർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. പത്തുമേഴുമൊരു പട്ടുനൂലിഴയിൽ ചേർത്തു കോർക്കുമീ നമ്മൾ, ഓർത്തുവെക്കുമീ സ്വന്ത ബന്ധങ്ങൾ വേർപെടാതെ നാം എന്നും, ഓർത്തുവെക്കുമീ സ്വന്ത ബന്ധങ്ങൾ വേർപെടാതെ നാം എന്നും. നടനടയോ 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 നടനട നട 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 നട. 72 കുടിയാരും 400 പോന്നു. കൊച്ചിയിൽ കൊടുങ്ങല്ലൂര് വന്നു പ്രേക്ഷിത ജനമായി നമ്മൾ, കൊച്ചിയിൽ കൊടുങ്ങല്ലൂര് വന്നു പ്രേക്ഷിത ജനമായി നമ്മൾ. നടനടയോ 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 നടനട നട 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 നട. തങ്ങളിൽ തഴുകി അൻപോടെ തന്ന നന്മകൾ നാടിനേകി, തലമുറയിടമുറിയാത്ത ക്രൈസ്തവർ ജ്ഞാനായക്കാർ നമ്മൾ, തലമുറയിടമുറിയാത്ത ക്രൈസ്തവർ ജ്ഞാനായക്കാർ നമ്മൾ. നടനടയോ 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 നടനട നട 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 നട. മധുരലഹരിയിൽ മനസ്സു നിറയുമർത്തോമനൊന്നു പാടിയിടാം, എക്കരൊക്കുമീ സംഗമവേളകൾ സ്നേഹസാഗരം തീർക്കാം, എക്കരൊക്കുമീ സംഗമവേളകൾ സ്നേഹസാഗരം തീർക്കാം. നടനടയോ 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 നടനട നട 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 നട. വംശശുദ്ധിയിൽ വചന വഴികളിൽ വലിയൊരു ജനതയായി നാം, തനിമയിലൊരു ഗണമായി നാം ജ്ഞാനായക്കാർ നമ്മൾ, ജ്ഞാനായക്കാർ നമ്മൾ. ഇത് നേരറിഞ്ഞൊരു ജനമാണ്, നെറിക്കേട് കണ്ടവർ തളരില്ല, ഭാരതസഭയുടെ പൂർവികർ നാം സുറിയാനിക്കാർ നമ്മൾ. ഇതു നേരറിഞ്ഞൊരു ജനമാണ്, നെറിക്കേട് കണ്ടവർ തളരില്ല, ഭാരതസഭയുടെ പൂർവികർ നാം സുറിയാനിക്കാർ നമ്മൾ, ഭാരതസഭയുടെ പൂർവികർ നാം സുറിയാനിക്കാർ